ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒരു ചിത്രം കണ്ടു, ഒരു കൊച്ചു ചിത്രം ഒന്നും നമുക്ക് പറഞ്ഞ് അതിനെ ചുരുക്കാൻ പറ്റില്ല. അത് ആശയം കൊണ്ട് വലിയ ചിത്രം തന്നെയാണ്, വലിയ മികവ് പുലർത്തിയിരിക്കുന്ന ചിത്രം. എന്നെ ഏറെ സന്തോഷിപ്പിച്ചു. ചിത്രത്തിന്റെ പേരാണ് ടൂറിസ്റ്റ് ഫാമിലി. ഒരു സൈഡിൽ റെട്രോ കളിക്കുന്നു, മറ്റൊരു സൈഡിൽ ഹിറ്റ് 3 കളിക്കുന്നു. നാനിയുടെ ചിത്രം, സൂര്യയുടെ ചിത്രം. ആളുകളെല്ലാവരും കൂടുതലും കാണാൻ പോകുന്നത് ആ ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഈ ടൂറിസ്റ്റ് ഫാമിലി ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ ശശികുമാറിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ശശികുമാറിന്റെ സുബ്രഹ്മണ്യപുരം അടിപൊളിയല്ല. അദ്ദേഹത്തിന്റെ അഭിനയത്തിന് ഒരു പ്രത്യേക ഒരു മികവുണ്ട്. സാധാരണ തമിഴ് സിനിമാ ലോകത്തെ താരങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ടൈപ്പ് അല്ല അദ്ദേഹം. ഇത്തിരി മലയാളി ടച്ചോട് കൂടിയാണ് അഭിനയിക്കുന്നത്. അപ്പൊ ഇത് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി കണ്ടതാണ്. കണ്ടു കഴിഞ്ഞപ്പോണ്ടല്ല അടിപൊളി. ആ തീരുമാനം ബെസ്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അടിപൊളി ചിത്രമാണ്, സൂപ്പർ ആയിട്ടുണ്ട്, നല്ല അഭിനയം. ശശികുമാർ നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. ധർമ്മദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര്. സിമ്രാനാണ് അദ്ദേഹത്തിന്റെ നായിക. സിമ്രാന്റെ ഒരുപാട് ചിത്രങ്ങൾ തമിഴ് ലോകത്ത് ഇങ്ങനെ വിസ്മയമായി കടന്നു പോയതിന് ശേഷം വീണ്ടും സിമ്രാന്റെ ഒരു തിരിച്ചുവരവായിട്ട് വന്നിരിക്കുന്ന പടം കണ്ടപ്പോൾ ഉണ്ടല്ല, ഈ വേഷത്തിന് കൊടുക്കണം ഫുൾ കയ്യടി. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ധർമ്മദാസ് എന്ന നമ്മുടെ ശശികുമാറിന്റെ ഭാര്യയായിട്ട് വാസന്തി എന്ന കഥാപാത്രത്തെയാണ് സിമ്രാൻ ഈ ചിത്രത്തിൽ ചെയ്തിട്ടുള്ളത്. ഈ ശശികുമാറിനും വാസന്തിക്കും 2 മക്കളുണ്ട്. 2 പൊന്നോമനകളായിട്ടുള്ള 2 പുത്രന്മാരുണ്ട്. മൂത്ത പുത്രൻ നമ്മൾ ആവേശം സിനിമയെ കണ്ട ബിബിൻ. ആവേശം സിനിമയിലെ ബിബിൻ എന്ന് വിളിക്കുന്ന മിഥുൻ എന്നാണ് ഈ പയ്യന്റെ യഥാർത്ഥ പേര്. ഈ ആക്ടറിന്റെ യഥാർത്ഥ പേര് മിഥുൻ എന്നാണ്. മിഥുൻ ശങ്കർ ഒക്കെ ഉണ്ടല്ലോ, അതിഗംഭീരമായിട്ട് അഭിനയിച്ചിരിക്കും. സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ അഭിനയം, കിടുക്കി മോനെ, സൂപ്പർ അഭിനയം. അതുപോലെ കൊച്ചു പയ്യനുണ്ട്, മുള്ളി എന്നാണ് വിളിക്കുന്നത് സിനിമയിൽ കഥാപാത്രമായിട്ട്. കമലേഷ് എന്നാണ് ഈ കൊച്ചിന്റെ പേര്. ഇവനുണ്ടല്ല, ഇവൻ കിടു ആക്ടറാണ്, സൂപ്പർ നടനാണ്. ഇനി കുറെ കാലമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ സേതുപതിനെ പോലെയൊക്കെ സിനിമാ ലോകത്ത് നായകനായിട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ എന്നാ ടൈമിംഗ് എന്ന് പറയുമ്പോൾ ടൈമിങ്ങിലൊന്നും ഒരു വ്യത്യാസമില്ല. കോമഡി കൊണ്ട് നമ്മളെ ചിരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ചിത്രമാണിത്. അത് കാരണം ഈ ചിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇമോഷൻസ് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരുമെങ്കിലും അതിലൊക്കെ ഒരു കോമഡി കലർത്തും. ഒരു പ്രത്യേക വൈബ് മൂടി പോകുന്ന ഒരു പടമാണ്. ഈ പടം പോയി കാണണം കേട്ടാ. കാണാതെ ഇത് വിട്ട് കളയരുത്. കാരണം റെട്രോ പോയി കണ്ടു, അല്ലെങ്കിൽ ഹിറ്റ് 3 കണ്ടു, ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടുന്ന ഒരു രസമുണ്ടല്ലോ, ആ രസത്തിനൊക്കെ മേലെയാണ് ഈ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഈ സിനിമ നമുക്ക് തരുന്നത്. ശ്രീലങ്കയിലെ സാമ്പത്തിക ഞെരുക്കവും പ്രശ്നങ്ങളൊക്കെ കാരണം ഇവര് നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വരികയാണ്. ബോട്ട് മാർഗം വഴി കടന്നു വരുന്നു. അങ്ങനെ രാമേശ്വരം വഴി ചെന്നൈയിലെത്തുന്നു. അപ്പോൾ അവരുടെ കുടുംബജീവിതത്തിലുള്ള ആ പോക്കിനിടയിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും, ഇവരുടെ കുടുംബത്തിൽ തന്നെയുള്ള ഓരോരോ ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ രസമാണ്. രസം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, നമുക്ക് ചിരിക്കാനേറെയുണ്ട്. അതുപോലെ ശ്രീജ രവിയുടെ കുടുംബം. പിന്നെ ഈ ചിത്രത്തിന്റെ സംവിധായകൻ അഭിഷാൻ ജീവന്താണ്, അത് എടുത്തു പറയണം. അതൊരു പയ്യനാണ്. അഭിഷാൻ ജീവന്തിന്റെ ഒക്കെ മനസ്സിലുള്ള ആ ഒരു സങ്കല്പം ഉണ്ടല്ലോ, ആ ചിന്തയുണ്ടല്ലോ, അത് കൃത്യമായ രീതിയിൽ തിരക്കഥയിലൂടെ ഒരുക്കി സംവിധാനം ചെയ്ത് ഈ ചിത്രമൊക്കെ നമ്മുടെ മുന്നിലേക്ക് തരുമ്പോണ്ടല്ല, അതിൻ്റെ ഒക്കെ ഒരു പവർ ഒന്ന് വേറെ തന്നെയാണ്. അഭിഷാൻ ജീവന്തിന് ഒരു സല്യൂട്ട് തന്നെ കൊടുക്കണം. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും മികച്ച സിനിമകൾ അഭിഷാനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ സിനിമയിൽ നല്ലൊരു അടിപൊളി റോൾ ഈ അഭിഷാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ സീൻ റോളുകളാണ്. അടിപൊളി സിനിമ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കൊച്ചു ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സ് നിറഞ്ഞൊന്ന് പറക്കുന്നൊരു മാലാക പെയ്തിറങ്ങിയ ഒരു സന്തോഷം കിട്ടി. കാരണം ഇത്തരം ചിത്രങ്ങളാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്, കാണേണ്ടത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം എൻ്റെ മനസ്സിനൊക്കെ ഇഷ്ടം ഇത്തരം ഒരു ചിത്രങ്ങളോടാണ് കൂടുതൽ അടുപ്പം. ഇത്തരം ചിത്രങ്ങൾ കാണണം, ഇഷ്ടപ്പെടണം. മലയാളികൾ കൂടുതലും പേര് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു രസം കിട്ടുള്ളൂ. നമ്മൾ ചുമ്മാ ഇങ്ങനെ സിനിമയെ കുറിച്ച് വാരി വലിച്ച് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ ആ സിനിമയുടെ കഥയെ തന്നെ നമ്മൾ ഇല്ലാതാക്കിയിട്ട് ഒരു കാര്യമില്ല. സൂപ്പർ പടമാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റും ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്. ബാക്കി അഭിനയിച്ചിരിക്കുന്ന ഭാസ്കർ ആയാലും ഒരുപാട് താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അവരൊക്കെ കിടിലനായിട്ട് ചെയ്തിരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി സൂപ്പർ പടം. ടൂറിസ്റ്റ് ഫാമിലി. വലിയ താരമേന്മയുള്ള നടന്മാരെ കൊണ്ടുവന്ന് കുറെ കാശ് പൊട്ടിച്ച് കുറെ വെടിക്കോപ്പുകളും ഒച്ചയും ബോംബ് സ്ഫോടനമൊക്കെ കാണിച്ചുകൊണ്ട് സിനിമ ഒന്ന് മേന്മയിൽ കൊണ്ടുപോകാന്നൊക്കെ വിചാരിക്കുന്നത് ഊള മണ്ടത്തരം തന്നെയാണ്. ഇതുപോലെ പടം ഒരുക്ക് അടിപൊളി, എല്ലാവരും കാണാൻ പറ്റും. പക്ഷെ ഈ ഷോ കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ. ഈ സിനിമ അധികം ഷോ ഒന്നും ഇല്ല എന്ന് തോന്നുന്നു ഒരിടത്തും. പക്ഷെ സൂപ്പർ പടമാണ്, അടിപൊളിയായിട്ടുണ്ട്. ടൂറിസ്റ്റ് ഫാമിലി കിടിലൻ. ശശികുമാർ നായകനായ ടൂറിസ്റ്റ് ഫാമിലി.